ഹലോ എവരിവൺ, ഇറ്റ്സ് മീ ഡോക്ടർ മുഹമ്മദ് ഫാസിൽ ഹിയർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു കേസ് ഫയലാണ്. മുഫീദ 28 വയസ്സുണ്ട്. പേര് ഒറിജിനൽ അല്ല കേട്ടോ, വയസ്സ് ഒറിജിനലാണ്. പ്രശ്നം ഉണ്ടായിരുന്നത് ഗ്യാസ് സംബന്ധമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. തൈറോയിഡിന് ചെക്ക് ചെയ്തപ്പോൾ അതിലും ചെറിയ ബുദ്ധിമുട്ടുണ്ട്, തലവേദനയുണ്ട്, വേറെയും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു വന്നു. ഡീറ്റെയിൽഡ് ആയിട്ട് കേസ് എടുത്തപ്പോൾ ഭയങ്കരമായിട്ട് ആങ്സൈറ്റി ഉണ്ട്, ഉത്കണ്ഠയുണ്ട്. ഫാമിലി, ഹസ്ബൻഡിൻ്റെ ജോലി എന്താവും, മക്കളുടെ പഠിത്തം എന്താവും, അത് റെഡിയാവോ, ശരിയായ രീതിയിലായി വരുമോ, പലപ്പോഴും അവർ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ടെൻഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഡീറ്റെയിൽഡ് ആയിട്ട് ഫാമിലി മെമ്പേഴ്സിനോടൊക്കെ ചോദിച്ചപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഭയങ്കര സപ്പോർട്ടീവാണ്. മുഫീദയും പറഞ്ഞു ഹസ്ബൻഡ് ബാക്കിയുള്ളവരൊക്കെ സപ്പോർട്ടീവാണ്, അവരൊക്കെ എപ്പോഴും പറയാറുണ്ട് ഇത്ര നീ ടെൻഷൻ അടിക്കണ്ട, എന്നാലും എൻ്റെ ടെൻഷൻ മാറുന്നില്ല എന്നുള്ളത്. ലൈഫിൽ ഭയങ്കരമായിട്ട് ഒറ്റപ്പെടുമോ, ഏതെങ്കിലുമൊക്കെ ഘട്ടങ്ങൾ ഒറ്റയായി പോകുമോ എന്നുള്ള പേടിയൊക്കെ ഉള്ളിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടപ്പോൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ചെറുപ്പകാലത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. ചെറുപ്പകാലം എങ്ങനെയായിരുന്നു, കുട്ടിക്കാലം എങ്ങനെയായിരുന്നു എന്നുള്ളത്. ഉപ്പയമ്മയും ടീച്ചേഴ്സായിരുന്നു. അതേപോലെ തന്നെ മുഫീദൊക്കെ അധികം ഫ്രണ്ട്സൊന്നും ഇല്ലായിരുന്നു പുറത്ത്. അധിക സമയം വീട്ടിലിരിക്കുക, പഠിക്കുക, എഴുതുക, ഇത് തന്നെയായിരുന്നു മെയിനായിട്ടുണ്ടായിരുന്ന വർക്ക്. പ്രധാനമായിട്ട് ഹോബി ഉണ്ടായിരുന്നത് വായിക്കൽ തന്നെയായിരുന്നു. ഇതിന്ന് ഇത്തരത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെറുപ്പകാലത്ത് ഫ്രണ്ട്സ് കുറവാണ്, വീട്ടിൽ നിന്നുള്ള കെയറും കുറവാണ്, വീട്ടിലെല്ലാവരും ബിസി ആയിരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു സംഭവമാണ് ചൈൽഡ് നെഗ്ലക്റ്റ് സിൻഡ്രോം എന്ന് നമ്മൾ പറയും. ഇത് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കില്ല. നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുമ്പോൾ, ഒന്നിലധികം പ്രശ്നങ്ങൾ വരുമ്പോൾ അത് താങ്ങാനുള്ള ശേഷി വളരെ കുറവായിരിക്കും ചൈൽഡ് നെഗ്ലക്റ്റ് സിൻഡ്രോം ഉണ്ടായിക്കഴിഞ്ഞാൽ. അപ്പോൾ ഇതിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ രണ്ടാമത്തെ ഡെലിവറി സമയത്തൊക്കെ ലേഡീസിൻ്റെ ശരീരത്തിൽ ഒരുപാട് ഹോർമോണുകൾ ബാലൻസ് ഉണ്ടാവും. ഇത് ശരിക്കും ഒരു പരീക്ഷിക്കപ്പെടുന്ന ഏജാണ്. നിങ്ങൾ എന്തെങ്കിലും ഉള്ളിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ പുറത്ത് ചാടും. ശാരീരികപരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പുറത്ത് ചാടുക. നിങ്ങൾക്ക് ഉള്ളിൽ ഡയബറ്റിക്, ബ്ലഡ് പ്രഷറിൻ്റെ ഒക്കെ സിംറ്റംസ് ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ആ വയറ്റിലുണ്ടാവുന്ന സമയത്ത് പുറത്ത് ചാടും. മാനസികപരമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ അത് ആഫ്റ്റർ ഡെലിവറി, പ്രസവാനന്തരമുള്ള ആ ഒരു സമയത്ത് ഒരുപാട് ഹോർമോണൽ ഇംബാലൻസ് വരുന്ന സമയത്ത് അത് പുറത്ത് ചാടാം. രണ്ടാമത്തെ പ്രസവത്തിൻ്റെ സമയത്താണ് ഇത് കൂടുതലായിട്ട് പുറത്ത് ചാടിയത് മുഫീദയുടെ പ്രശ്നങ്ങൾ, ഉള്ളിലുള്ള ഈ ചൈൽഡ് നെഗ്ലക്റ്റ് സിൻഡ്രോം. ഇതിന് നമുക്ക് ചെയ്യാനുള്ളത്, നമ്മുടെ മാനസികപരമായിട്ട് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ, ട്രോമകൾ, PTSD, അത് കുട്ടിക്കാലം മുതലുള്ള ട്രോമകളൊക്കെ ഉണ്ടെങ്കിൽ ഒരേ ഒരു സൊല്യൂഷനെ നമുക്കുള്ളൂ. അത് ആക്സെപ്റ്റ് ചെയ്ത് ശരീരത്തിൽ നമ്മുടെ നാഡീകോശങ്ങളിലുള്ള ആ ടെൻഷൻസൊക്കെ നമ്മൾ ഹീല് ചെയ്ത് റിലീവ് ചെയ്ത് ഒഴിവാക്കണം. ചൈൽഡ് നെഗ്ലക്റ്റ് സിൻഡ്രോം എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി ഡീപ്പറായിട്ടുള്ള ഇഷ്യൂ ആണ്. അതിനാദ്യം നമ്മൾ സജസ്റ്റ് ചെയ്തത് EFT EMDR സജസ്റ്റ് ചെയ്തു. അതിന് ശേഷം ഒന്നുകൂടി ഡീപ്പറായിട്ടുള്ള മെട്രിക്സ് ഇംപ്രിൻറ്റിങ് പോലുള്ള ടെക്നിക്സ് ഉപയോഗിച്ച് ഏകദേശം 1.5 മാസത്തെ ട്രീറ്റ്മെൻറ്റ് അതിന് ആവശ്യമായിട്ട് വന്നിരുന്നു. കംപ്ലീറ്റ്ലി ഈ ബാക്കിയുള്ള പ്രശ്നങ്ങൾ, തൈറോയിഡ് കംപ്ലയിൻസ്, ഗ്യാസിൻ്റെ ഇഷ്യൂസൊക്കെ ഓട്ടോമാറ്റിക്കലി മാറിപ്പോയി. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റൂട്ട് കോസ്, യഥാർത്ഥമായിട്ടുള്ള പ്രശ്നം ഐഡൻറ്റിഫൈ ചെയ്ത് ട്രീറ്റ് ചെയ്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി പ്രശ്നങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി മാറി വരും. അത് വീണ്ടും അവിടെ ഇങ്ങനെ കിടക്കില്ല. അതല്ലെങ്കിൽ നമ്മൾ ഗ്യാസിൻ്റെ ഇഷ്യൂസിന് ഗ്യാസിൻ്റെ മരുന്ന് കഴിച്ചു, തൈറോയിഡിൻ്റെ ഇഷ്യൂസിന് ഇപ്പോൾ ഇതിൽ ഹൈപ്പോതൈറോയിഡിസ് ആയിരുന്നു. ഹൈപ്പോതൈറോയിഡിസ് എന്ന് പറഞ്ഞാൽ തൈറോയിഡിൻ്റെ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അത് രണ്ടാമത്തെ സ്റ്റേജാണ് തൈറോയിഡ് അസുഖങ്ങളുടെ. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകണമെങ്കിൽ ആ മരുന്ന് സപ്ലിമെൻറ്റ്സ് കഴിക്കല്ലാതെ വേറെ നിവർത്തിയില്ല, നിങ്ങൾ തൈറോയിഡ് മാത്രം ട്രീറ്റ് ചെയ്യാൻ പോയത്. അതല്ലെങ്കിൽ റൂട്ട് കോസ് ആയിട്ടുള്ള ഈ ചൈൽഡ് നെഗ്ലക്റ്റ് സിൻഡ്രോം നമ്മൾ ഹീൽ ചെയ്ത് ഒഴിവാക്കുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി പ്രശ്നം നമുക്ക് മാറ്റാൻ പറ്റും. ഓക്കെ, താങ്ക് യു ആൾ.